ആമേൻ. പ്രൈസ് ദി ലോർഡ്. വെളിപ്പാട് പുസ്തകത്തെ നമുക്ക് മൂന്നായിട്ട് തരം തിരിക്കാം. ഒന്നാം അധ്യായത്തിൻ്റെ 19 വാക്യത്തിൽ കാണുന്നുണ്ട്, നീ കണ്ടതും ഇപ്പോൾ ഉള്ളതും ഇനി സംഭവിക്കുവാൻ പോകുന്നതും. ഒന്നാം അധ്യായത്തിൽ നീ കണ്ടത് യോഹന്നാൻ താൻ പത്മോസിൻ്റെ ഏകാന്തതയിൽ താൻ ആയിരിക്കുമ്പോൾ മഹത്വ പ്രത്യക്ഷത അല്ലെങ്കിൽ കർത്താവിൻ്റെ മഹത്വ പ്രത്യക്ഷത താൻ ഒന്നാം അധ്യായത്തിൽ കാണുന്നത് നമുക്ക് കാണുവാൻ കഴിയും. ഇനി ഉള്ളത് എന്നത് 2-3 അധ്യായങ്ങളിൽ 7 സഭകളെക്കുറിച്ച് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ദൈവസഭകളെക്കുറിച്ചുള്ള വെളിപ്പാടാണ് 2-3 അധ്യായങ്ങളിൽ കാണുന്നത്. 4 മുതൽ സ്തോത്രം അവസാന അധ്യായം വരെ നമ്മൾ കാണുന്നത് ഇനി സംഭവിക്കുവാൻ പോകുന്ന വെളിപ്പാടാണ്. അതുകൊണ്ടാണ് ഇതിന് പ്രവചനീയ പ്രവചന പുസ്തകമെന്ന് ഈ പുസ്തകത്തിന് പേരിടുവാനിടയായിത്തീർന്നത്. റെവലേഷൻ, വെളിപ്പാടെന്ന് പറഞ്ഞാൽ തന്നെ മറിഞ്ഞിരിക്കുന്ന ഒന്ന് എന്നാണ് അർത്ഥം. മറിഞ്ഞിരിക്കുന്ന ഒന്നിനെ പരിശുദ്ധാത്മാവ് പുറത്ത് എത്തിക്കുന്നു, അല്ലെങ്കിൽ അതിനെ റിവീൽ ചെയ്യുന്നതാണ് യോഹന്നാനിൽ കൂടെ ഈ വെളിപ്പാട് പുസ്തകത്തിൽ കാണുവാൻ കഴിയുന്നത്. 4-ാം അധ്യായത്തിലേക്ക് നമ്മൾ കാണുവാൻ കഴിയുന്നു സഭ സ്വർഗത്തിലാണ്. 4-5 അധ്യായങ്ങളിൽ സഭ സ്വർഗത്തിലാണ്. 6 മുതൽ 18 വരെയുള്ള അധ്യായങ്ങളിൽ ഭൂമിയിൽ സംഭവിക്കുന്ന കാര്യങ്ങളാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. 19-ാം അധ്യായത്തിൽ സഭ ഭൂമിയിലേക്ക് കടന്നു വരുന്നു. അതിനുശേഷം 20 അധ്യായത്തിൽ 1000 ആണ്ട് വാഴ്ച 21-ാമത്തെ അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ പുതുവാന ഭൂമി സ്തോത്രം. അങ്ങനെ 22-ാമത്തെ അധ്യായത്തിൽ ഈ ജീവവൃക്ഷ നദി ഫലത്തെ കുറിച്ച് കാണുന്നു. അങ്ങനെ വെളിപ്പാട് പുസ്തകം അവസാനിക്കുന്നതായി കാണുന്നു. പ്രൈസ് ദി ലോർഡ്. ഈ ഭൂമിയിലെ എല്ലാ മതങ്ങളും, ഈ ഭൂമിയിലെ തത്വ അല്ലെങ്കിൽ അതിൻ്റെ ഫിലോസഫികൾ തത്വസംഹിതകൾ ഈ ഭൂമിയിൽ ജീവിക്കുവാനുള്ളതിനെ കുറിച്ച് മാത്രം പറയുമ്പോൾ, ഈ ഭൂമിയിൽ നിന്നും മരണപ്പെട്ടായാലും ഈ മരണത്തിന് ശേഷവും ഉണ്ടാകുന്ന നിത്യജീവനെ കുറിച്ചും നിത്യപ്രത്യാശയെ കുറിച്ചും മരണത്തിന് ശേഷമുള്ള ഭൂമിയെ കുറിച്ച് ഇത്ര വിശദമായി പറയുന്ന മറ്റൊരു പുസ്തകം ഈ ഭൂമിയിലില്ല. ആ പുസ്തകത്തിന്റെ പേര് നമ്മുടെ കയ്യിലിരിക്കുന്ന വേദപുസ്തകമാണ്. വെളിപ്പാട് പുസ്തകം, ബുക്ക് ഓഫ് ഡാനിയേൽ, ഈ 2 പുസ്തകങ്ങളിലൂടെ നിത്യതയിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ നമുക്ക് വിശദമായി കാണുവാൻ കഴിയുന്നു. ഞാൻ ഇനിയും 5-ാം അധ്യായത്തിലേക്ക് മടങ്ങി വരികയാണ്. 5-ാം അധ്യായം തുടങ്ങുന്നത് ഇപ്രകാരമാണ്: സിംഹാസനത്തിൽ ഇരിക്കുന്നവന്റെ വലം കൈയിൽ അകത്തും പുറത്തും എഴുത്തുള്ള 7 മുദ്രയാൽ മുദ്ര ഇടപ്പെട്ട ഒരു പുസ്തകം അവിടെ കാണുകയാണ്. ഈ മുദ്രയിടപ്പെട്ട പുസ്തകം എന്താണെന്ന് ഇന്നും ബിബ്ലിക്കൽ സ്കോളേഴ്സിന്റെ നടുവിൽ ഒരു $1 മില്യൺ ക്വസ്റ്റ്യൻ ആണ്. എന്താണ് ഈ പുസ്തകം എന്നത്? എന്നാൽ 2 അർത്ഥങ്ങൾ ഈ വാക്യങ്ങളോട് ബന്ധപ്പെട്ട് ഞാൻ പറയാം. ഈ പുസ്തകം എന്താണെന്ന്. ഒന്ന്, ഇത് ന്യായവിധിയുടെ പുസ്തകമാണ്. എന്തുകൊണ്ടാണ് ന്യായവിധിയുടെ പുസ്തകമെന്ന് ഈ പുസ്തകത്തിന് പറയുവാൻ ഇടവന്നതെന്ന് ചോദിച്ചാൽ, 6-ാം അധ്യായവും 8-ാം അധ്യായത്തിന് 1-ാമത്തെ വാക്യം, 7 മുദ്രകളിട്ട പുസ്തകം ഒന്നൊന്നായി തുറക്കപ്പെടുന്നത് നമുക്ക് കാണുവാൻ കഴിയുന്നു. 6 മുദ്രകൾ 6-ാമത്തെ അധ്യായത്തിൽ തുറക്കുന്നു. 8-ാം അധ്യായത്തിന് 1-ാമത്തെ വാക്യത്തിൽ 7-ാമത്തെ മുദ്രയിട്ടിരിക്കുന്ന 7-ാമത്തെ മുദ്രയിട്ട പുസ്തകം തുറക്കുന്നതായി കാണുവാൻ കഴിയുന്നു. അങ്ങനെയാണെങ്കിൽ ഈ മുദ്രകളൊക്കെ തുറക്കുമ്പോൾ ട്രിബുലേഷൻ ടൈമിൽ, മഹോദ്രവ കാലത്ത് ഭൂമിയിൽ ഉണ്ടാകുന്ന ദൈവത്തിന്റെ ന്യായവിധിയാണ് ഈ പുസ്തകത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നതെങ്കിൽ, ഈ പുസ്തകത്തിന് ഒറ്റ പദത്തിൽ ഒരു വ്യാഖ്യാനം ഞാൻ നൽകുന്നു. ഈ പുസ്തകം അത് ന്യായവിധിയുടെ പുസ്തകമാണ്. അതെന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ ഒരു വാക്യം കൂടെ ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്നു. യോഹന്നാന്റെ സുവിശേഷം 5:23 പിതാവായ ദൈവം ന്യായവിധിയുടെ അധികാരം പിതാവ് പുത്രന് നൽകിയിരിക്കുന്നു. 5:27 പറയുന്നു, അവൻ മനുഷ്യപുത്രനാകിയാൽ ന്യായവിധി നടത്തുവാൻ അവന് അധികാരം നൽകപ്പെട്ടിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഈ ഭൂമിയിൽ തന്റെ സഭ, തന്റെ ജനം ഈ ഭൂമിയിൽ നിന്ന് എടുക്കപ്പെട്ടതിന് ശേഷം ഈ ഭൂമിയിൽ ന്യായം നടത്തുവാൻ, ന്യായവിധി നടത്തുവാൻ പിതാവ് തന്റെ പുത്രന് അധികാരം നൽകിയിരിക്കുന്നു. അപ്രകാരമുള്ള ന്യായവിധിയുടെ മുദ്രയാണ് ഇവിടെ തുറക്കുന്നതായിട്ട് 1-ാമത് കാണുവാൻ കഴിയുന്നത്. പ്രൈസ് ദി ലോർഡ്. 2-ാമത്, ഈ പുസ്തകത്തിന് മറ്റൊരു അർത്ഥം കൂടിയുണ്ട്. എന്താണ് ഈ പുസ്തകത്തിന്റെ 2-ാമത്തെ അർത്ഥം? ഈ പുസ്തകത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്ന 2-ാമത്തെ അർത്ഥം ഇതാണ്: ഈ ബുക്ക് കണക്റ്റഡ് വിത്ത് ദി ഡോക്യുമെന്റ് ഓഫ് റിഡംപ്ഷൻ. പ്രൈസ് ദി ലോർഡ്. ഇത് വീണ്ടെടുപ്പിന്റെ പുസ്തകമാണ്. 5-ാം അധ്യായത്തിന്റെ 8-ാമത്തെ വാക്യത്തിൽ നിങ്ങൾ നോക്കിയാട്ട് അവിടെ എഴുതിയിരിക്കുന്ന പദം ഇങ്ങനെയാണ്. പ്രൈസ് ദി ലോർഡ്. എന്താണ്? 9-ാം
9-ാമത്തെ വാക്യം, പുസ്തകം വാങ്ങുവാനും അതിനെ മുദ്ര പൊട്ടിപ്പാനും നീ യോഗ്യൻ. നീ ഇറക്കപ്പെട്ട് നിന്റെ രക്തം കൊണ്ട് സർവ്വഗോത്രയിലും ഭാഷയിലും വംശത്തിലും ജാതിയിലുമുള്ളവരെ ദൈവത്തിനായി വിലയ്ക്ക് വാങ്ങി. ഞങ്ങളുടെ ദൈവത്തിന് അവരെ രാജ്യവും പുരോഹിതന്മാരുമാക്കി വെച്ചു. അവർ ഭൂമിയിൽ വാഴുന്നു എന്നൊരു പുതിയ പാട്ട് അവർ പാടുന്നു. അങ്ങനെയാണെങ്കിൽ ആ ചിന്തകൾ കൊണ്ട് നമുക്ക് കാണുവാൻ കഴിയുന്നു, സകല ഗോത്രങ്ങളും ഭാഷകളും വംശങ്ങളും ജാതികളും ഉള്ളവരെ അവൻ തന്റെ രക്തം കൊണ്ട് വിലയ്ക്ക് വാങ്ങി. അങ്ങനെ രക്തം കൊണ്ട് വിലയ്ക്ക് വാങ്ങിയ വീണ്ടെടുപ്പിന്റെ മുദ്രയാണ് ഈ പുസ്തകമെന്ന് ഇവിടെ കാണുവാൻ കഴിയുകയാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഓ, 4 ജീവികൾ 24 മൂപ്പന്മാര് അവന്റെ മുൻപാകെ വീണ് പറയാൻ, നീ അറുക്കപ്പെട്ടു, നീ അറുക്കപ്പെട്ടു, നിന്റെ രക്തം കൊണ്ട് നീ സകലരെയും വീണ്ടെടുക്കുവാനിടയായി തീർന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇന്ന് രാവിലെ ഈ പുസ്തകത്തിന്റെ മുദ്ര സ്തോത്രം, ഇതിനോട് ബന്ധപ്പെട്ട് ഇന്ന് പകൽ നമുക്ക് ചിന്തിക്കുവാനുള്ളത് ദൈവിക ന്യായവിധിയല്ല. അത് ന്യായവിധിക്ക് മുൻപ് നാം ഈ ഭൂമിയിൽ നിന്ന് സ്തോത്രം എടുക്കപ്പെടുവാനിടയായി തീരുമെന്നാൽ ഇന്ന് പകൽ ഈ പുസ്തകത്തിന് നമ്മോട് പറയുവാനുള്ള സാക്ഷ്യം എന്ന് ചോദിച്ചാൽ, ഈ പുസ്തകം ദൈവിക റിഡംഷന്റെ വീണ്ടെടുപ്പിന്റെ പുസ്തകം കൂടിയാണ്. The document redemption of every human being, every individual, every bride of Christ in this morning time. Praise the Lord, hallelujah. 1 പത്രോസിന്റെ ലേഖനം 1:18 അവിടെ ഇങ്ങനെ പറയുന്നു, വർത്തവും പാരമ്പര്യം നമ്മുടെ നടപ്പിൽ നിന്ന് നമ്മെ വിലക്കി വാങ്ങിയത് ഓ വെള്ളി പൊന്ന് മുതലായ അടിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല, ക്രിസ്തു എന്നത് നിർദോഷവും നിഷ്കളങ്കവുമായ കുഞ്ഞാടിന്റെ വിലയേറിയ രക്തം കൊണ്ട് അവൻ നമ്മെ വീണ്ടെടുക്കുവാനിടയായി തീർന്നു. ഇന്ന് രാവിലെ നമ്മെ വീണ്ടെടുത്തത് അവന്റെ പരിശുദ്ധ രക്തത്താലാണ്, അവന്റെ രക്തം കൊണ്ടാണ്. ഇന്ന് രാവിലെ നമുക്ക് പുത്രനും പുത്രിയുമായി ഈ ഭാഗ്യം ദൈവം നൽകി തരുവാനിടയായി തീർന്നത്. ഇന്ന് രാവിലെ വിശുദ്ധന്മാരുടെ പന്തിയിലിരുന്ന് ദൈവത്തെ ആരാധിക്കുവാനുള്ള ഭാഗ്യം ഈ വീണ്ടെടുപ്പിനാൽ നമുക്ക് ലഭിച്ചുവെങ്കിൽ, ഇന്ന് രാവിലെ വീണ്ടെടുപ്പ് ലഭിച്ച ദൈവമക്കൾ ചില നിമിഷങ്ങൾ കൂടെ അതരങ്ങൾ തുറന്ന് കർത്താവിന് നന്ദി പറഞ്ഞാട്ടെ. മൈക്ക് കുറയ്ക്കരുത്, മൈക്ക് കുറയ്ക്കല്ല, എന്റെ സൗണ്ട് പോകും. യേശുവിന്റെ നാമത്തിൽ ചില നിമിഷങ്ങൾ കൂടെ അതരങ്ങൾ തുറന്ന് കർത്താവിന് നന്ദി പറഞ്ഞാട്ടെ. എന്നാൽ 5-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ മുദ്രയേക്കാൾ ഈ പുസ്തകത്തിലെ ഏറ്റവും വലിയ ചിന്ത എന്തെന്ന് ചോദിച്ചാൽ, ഈ പുസ്തകത്തിലെ കുഞ്ഞാടാണ്. കുഞ്ഞാടിനെ ഈ 5-ാം അധ്യായത്തിൽ നമുക്ക് കാണുവാൻ കഴിയുകയാണ്. കുഞ്ഞാടിൻ്റെ 7 പ്രത്യേകതകൾ ഈ പുസ്തകത്തിൽ നമുക്ക് കാണുകയാണ്. ഇന്ന് രാവിലെയും ആരാധനയ്ക്ക് കടന്നു വന്ന ഒരു ദൈവ പൈതലിന് ഉയർത്താനുള്ളതും ആരാധിക്കാനുള്ളതും സ്തുതിക്കാനുള്ളതും കുഞ്ഞാടിനെ മാത്രമാണ്. അതുകൊണ്ടൊരു പ്രസംഗകൻ എന്ന നിലയിൽ ഇന്ന് രാവിലെ ഞാൻ ഇവിടെ നിൽക്കും. ഐ എം വെരി എക്സൈറ്റഡ് ടു ലിഫ്റ്റ് ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. യേശുവിൻ്റെ നാമത്തെ ഇന്ന് രാവിലെ ഉയർത്താൻ, അവനെ ആരാധിക്കുവാൻ, അവനെ സ്തുതിക്കുവാൻ, അവൻ്റെ നാമത്തെ ഉയർത്താൻ, കുഞ്ഞാടിനെ കുറിച്ച് പാടാൻ, കുഞ്ഞാടിനെ കുറിച്ച് പറയാൻ, കുഞ്ഞാടിനെ കുറിച്ച് പ്രകീർത്തിക്കാൻ, കുഞ്ഞാടിനെ കുറിച്ച് പ്രഘോഷിക്കുവാൻ ഇന്ന് രാവിലെ ദൈവം തന്ന അവസരം ഓർത്ത് ചില നിമിഷങ്ങൾ കൂടെ സ്തോത്രം പറഞ്ഞാട്ടെ. Praise the Lord. Praise the Lord, the Lord. Hallelujah. ഞാൻ പറഞ്ഞു വന്നു സ്തോത്രം, കുഞ്ഞാടിൻ്റെ 7 പ്രത്യേകതകൾ. വേഗത്തിൽ സ്തോത്രം ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്നു. കുഞ്ഞാടിൻ്റെ 7 പ്രത്യേകത. 1-ാമത്തെ പ്രത്യേകത 5-ാം അധ്യായത്തിന്റെ 6-ാമത്തെ വാക്യത്തിൽ കാണുന്നു. ഞാൻ കുഞ്ഞാട് അറുക്കപ്പെട്ടതുപോലെ നിൽക്കുന്നു. അങ്ങനെയാണെങ്കിൽ 1-ാമത്തെ പ്രത്യേകത അറുക്കപ്പെട്ട കുഞ്ഞാട്. Praise the Lord. അറുക്കപ്പെട്ട കുഞ്ഞാട്. എല്ലാവരും പറഞ്ഞാട്ട്, അറുക്കപ്പെട്ട കുഞ്ഞാട്. ഇന്ന് രാവിലെ നമ്മുടെ ആരാധന പുരുഷൻ അവൻ അറുക്കപ്പെട്ട കുഞ്ഞാടാണ്. ഇന്ന് രാവിലെ നാം ആരാധിക്കുന്ന ദൈവം അവൻ അറുക്കപ്പെട്ടവനാണ്. Praise the Lord. ഉൽപ്പത്തി പുസ്തകം ജെനസിസ് ചാപ്റ്റർ 22 ഇപ്പോൾ അബ്രഹാം ഇസഹാക്ക് കൂടെ മോറിയ മലയുടെ കയറ്റം കയറുമ്പോൾ ഇസഹാക്ക് അബ്രഹാമിനോട് ചോദിച്ച ഒരു ചോദ്യമുണ്ട്.
എന്താ ചോദിച്ചത്? ചോദ്യം പ്രകാരമായിരുന്നു, അപ്പാ വിറകും തീയുമുണ്ട്, എന്നാൽ യാഗമൃഗം എവിടെ? യാഗമൃഗം എവിടെ? അന്ന് അബ്രഹാം ഒരു പ്രവചനാത്മാവിൽ ഒരു വാഗ്ദത്തം പറഞ്ഞു, അത് ദൈവം കരുതിക്കൊള്ളു. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. 4000 വർഷങ്ങൾക്ക് ശേഷം ആ യാഗമൃഗം സ്തോത്രം ഇപ്പോൾ നടന്നു വരുന്നത് കണ്ടുകൊണ്ട് യോഹന്നാൻ സ്നാപകൻ പറയുകയാണ്, ഇതോ ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട് വരുന്നു. യേശുവിന്റെ നാമത്തിൽ അബ്രഹാമിനെന്ന് തിരിച്ചറിയുവാൻ കഴിഞ്ഞില്ല. എന്നാൽ ആ കുഞ്ഞാട് ഇതാ യോഹന്നാൻ സ്നാപകനെ ലക്ഷ്യമാക്കി ഇതാ യോർദാൻ നദിയിലേക്ക് കടന്നു വരികയാണ്. ഇതാ ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ആ ദൈവത്തിന്റെ കുഞ്ഞാടായവൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവ കുഞ്ഞാട്. അതുകൊണ്ടാണ് നമ്മൾ സാധാരണ പാടാറുണ്ട്, നിൻ തിരുമേനി അറുക്കപ്പെട്ടു, നിൻ രുതിതെടുത്താൽ നീ ഞങ്ങളെ വീണ്ടെടുത്തു. അതുകൊണ്ട് ഗോത്രങ്ങളും ഭാഷകളും വംശങ്ങളിലും ഉള്ള ഞങ്ങൾ ഇന്ന് രാവിലെ അവന് മാത്രം ആരാധന കരയറ്റു. ആർക്കാണ്? അറുക്കപ്പെട്ട കുഞ്ഞാടിന്. അറുക്കപ്പെട്ട കുഞ്ഞാടിന് ഇന്ന് രാവിലെ സ്തോത്ര ഒരു ഇൻഫോർമേഷൻ പാസ് ചെയ്യുന്നതിനേക്കാൾ ഉപരിയായി ചില നിമിഷങ്ങൾ ദൈവസന്നിധിയിൽ ഇരിക്കുമ്പോൾ അറുക്കപ്പെട്ട കുഞ്ഞാടിന് കൊടുക്കേണ്ട ബഹുമാനവും ആരാധനയും സ്തുതിയും സ്തോത്രവും എല്ലാം ഇന്ന് പകൽ ദൈവത്തിന് കൊടുക്കണം. ദൈവത്തിന് കൊടുക്കണം. ഇന്ന് പകൽ അവൻ ആരാധനയ്ക്ക് യോഗ്യ അറുക്കപ്പെട്ടവൻ. ഇന്ന് രാവിലെ സകല ബഹുമാനം ഈ പ്രഭാതത്തിൽ നാം കൊടുക്കണം. പ്രൈസ് ദി ലോർഡ്. ഇപ്പോൾ സ്തോത്ര കുഞ്ഞാട് അറുക്കപ്പെട്ടു. അങ്ങനെയാണെങ്കിൽ അറുക്കപ്പെട്ട കുഞ്ഞാട് എന്തിനെ കാണിക്കുന്നു? ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെയാണ് കാണിക്കുന്നത്. അപ്പോൾ ക്രിസ്തുവിന്റെ ഒന്നാമത്തെ വെളിപ്പാട് ക്രൂശിക്കപ്പെട്ട ക്രിസ്തു. പ്രൈസ് ദി ലോർഡ്. തീർന്നില്ല. ആ പദത്തിൽ തന്നെ പറയുന്ന അടുത്ത ആ പദത്തിൽ തന്നെയുള്ള മറ്റൊരു അർത്ഥം ഇതാണ്. എന്താണ്? ഒരു കുഞ്ഞാട് അറുക്കപ്പെട്ടതുപോലെ നിൽക്കുന്നത് കണ്ടു. അറുക്കപ്പെട്ട കുഞ്ഞാട് ഒരിക്കലും നിൽക്കുകയില്ല. അറുക്കപ്പെട്ട കുഞ്ഞാട് സാധാരണ കിടക്കുകയാണ്. എന്നാൽ ഇവിടെ നിൽക്കുന്ന കുഞ്ഞാട്. എന്താണ് നിൽക്കുന്ന കുഞ്ഞാട്? നിൽക്കുന്ന കുഞ്ഞാട്, അറുക്കപ്പെട്ട കുഞ്ഞാട് 3 ദിവസം യോസേപ്പിന്റെ കല്ലറയ്ക്കൽ ആ അറുക്കപ്പെട്ട കുഞ്ഞാടിന്റെ ശരീരം ഇരുന്നു. എന്നാൽ 3-ാം ദിവസം മരണത്തെയും പാതാളത്തെയും തോൽപ്പിച്ചുകൊണ്ട്, അധികാരങ്ങളെ വാഴ്ചകളെ തോൽപ്പിച്ചുകൊണ്ട്, സകല പാതാള ഗോപുരങ്ങളെ തോൽപ്പിച്ചുകൊണ്ട്, ആൽഫയായവൻ ഒമേഗയായവൻ ആദ്യനായവൻ അന്ത്യനായവൻ, അവൻ മരണത്തെ തോൽപ്പിച്ചുകൊണ്ട്, മരണമേ നിന്റെ ജയം എവിടെ? മരണമേ നിന്റെ വിഷമുള്ള എവിടെ എന്ന് ചോദിച്ചുകൊണ്ട് മരണത്തെ തോൽപ്പിച്ച് അവൻ ഉയർത്തു. ഇന്ന് രാവിലെ നാം സേവിക്കുന്ന ദൈവ സ്തോത്ര ഒരു കൽവറി ക്രൂശിൽ കിടക്കുന്ന ദൈവത്തെ അല്ല, ഇന്ന് പകൽക്കാല മരണത്തെയും പാതാളത്തെയും തോൽപ്പിച്ച ഒരു ഉയർന്നവനെ, അത്യുന്നതനെയാണ്, ഉയർത്തവനെയാണ് ഇന്ന് രാവിലെ നാം സേവിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ഇന്ന് രാവിലെ ഒരു ദൈവ പൈതലിന് എന്ന് ഉയർത്തവന്റെ പ്രത്യാശ, ഉയർത്തവന്റെ ശക്തി അവന്റെ ശരീരത്തിൽ വ്യാപരിക്കുന്നുണ്ട്. പത്രോസ് അവനെ കുറിച്ച് പറഞ്ഞൊരു പദമുണ്ട്. അപ്പോസ്തല പ്രവൃത്തി 2:23-24 നസറേയനായ യേശുവിനെ ദൈവം തന്റെ സ്ഥിര നിർണയത്താലും മുന്നറിവിനാലും ഏൽപ്പിച്ചിട്ട് നിങ്ങൾ അവനെ അധർമ്മികളുടെ കയ്യാൽ തറപ്പിച്ചു കൊന്നു. എന്നാൽ ദൈവമോ മരണപാശങ്ങൾ അഴിച്ച് അവനെ ഉയർത്തെഴുന്നേൽപ്പിച്ചു. മരണത്തിന് അവനെ പിടിച്ചു വെക്കുന്നത് അസാധ്യമായിരുന്നു. മരണത്തിന് അവനെ പിടിച്ചു വെക്കുന്നത് അസാധ്യമായിരുന്നു. ഇന്ന് രാവിലെ എന്നെ കേൾക്കുന്ന ദൈവത്തിലെ മരണത്തിന് അവനെ പിടിച്ചു വെക്കുന്നത് അസാധ്യമായി തീർന്നു. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ലോകത്തിലെ സകല മത നേതാക്കളുടെ കല്ലറകൾ അടഞ്ഞു കിടക്കുമ്പോൾ ഇന്ന് രാവിലെ പലസ്തീനിൽ ഒരു കല്ലറയുണ്ട്, അത് തുറന്നു കിടക്കുന്നു. ആ കല്ലറയിൽ ഇപ്രകാരം എഴുതപ്പെട്ടിട്ടുണ്ട്, അവൻ ഇവിടെ ഇല്ല. അങ്ങനെയാണെങ്കിൽ ഇന്ന് രാവിലെ അവൻ ഇവിടെ ഇല്ല. ഉയർത്തവൻ അവൻ മാത്രമാണ്. ഉയർത്തവൻ അവനായതുകൊണ്ട് ഇന്ന് രാവിലെ നിന്റെ നിന്റെ ശരീരത്തിൽ, നിന്റെ ജീവനുള്ള ശരീരത്തിൽ, നിന്റെ മർത്യ ശരീരത്തിൽ നിന്റെ മേൽ അവന്റെ ഉയർപ്പിന്റെ ആത്മാവ് വ്യാപരിച്ചാൽ നിന്റെ മർത്യ ശരീരത്തെ അവൻ ഉയർപ്പിക്കുവാനിടയായി തീരുന്ന ഒരു സുപ്രഭാതം ഇന്ന് പകലും ഉണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. അവൻ ക്രൂശിൽ കിടക്കുന്ന യേശു മാത്രമല്ല,
അവൻ ഉയർത്തവനാണ്. അടുത്ത പ്രത്യേകത പറയുന്നു, പ്രൈസ് ദി ലോർഡ്, ഈ കുഞ്ഞാട് എവിടെയാ നിൽക്കുന്നത്? ആ പദത്തിൽ തന്നെ കാണുന്നു, പ്രൈസ് ദി ലോർഡ്, ഞാൻ സിംഹാസനത്തിലെ 4 ജീവികളുടെ നടുവിലും മൂപ്പന്മാരുടെ മധ്യത്തിലും കുഞ്ഞാട് നിൽക്കുന്നു. അങ്ങനെയാണെങ്കിൽ മൂന്നാമത്തെ പ്രത്യേകത, ഈ കുഞ്ഞാട് മധ്യത്തിൽ നിൽക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എന്നും കുഞ്ഞാടിന്റെ സ്ഥാനം മധ്യത്തിലാണ്. പ്രൈസ് ദി ലോർഡ്. ഉയർക്കപ്പെട്ട യേശു കർത്താവ് തൻ്റെ ശിഷ്യന്മാരുടെ മധ്യത്തിൽ അവരുടെ നടുവിൽ കടന്നു വന്നു. പ്രൈസ് ദി ലോർഡ്. തിരുവചനം പറയുന്നു, 2-3 പേർ എൻ്റെ നാമത്തിൽ എവിടെ കൂടി വന്നാലും അവരുടെ നടുവിൽ അവനുണ്ട്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നടുവിൽ കാണിക്കുന്നത് എന്തെന്ന് ചോദിച്ചാൽ അവൻ്റെ അധികാരത്തെയാണ് കാണിക്കുന്നത്, അവൻ്റെ ജയത്തെ കാണിക്കുന്നത്. ഇന്ന് രാവിലെയും സ്തോത്രം, പ്രൈസ് ദി ലോർഡ്, അവൻ സ്വർഗത്തിൽ മൂപ്പന്മാരുടെയും സ്തോത്ര സാറാപ്പുകളുടെയും സകല ആരാധിക്കുന്ന സകല ദൂതന്മാർ സഞ്ചയങ്ങളുടെ നടുവിൽ ആരാധ്യ പുരുഷനായവൻ ഇന്ന് നടുവിൽ നിൽക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. അവൻ നടുവിൽ നിൽക്കുന്ന ദൈവമാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. തീർന്നില്ല. 5-ന്റെ 6-ാമത്തെ വാക്യത്തിൽ അടുത്ത പ്രത്യേകത പറയുന്നു, 4-ാമത്തെ പ്രത്യേകത പറയുന്നു, അതിന് 7 കൊമ്പുണ്ട്. പ്രൈസ് ദി ലോർഡ്. എന്താണ് കൊമ്പ് കാണിക്കുന്നത്? കൊമ്പ് കാണിക്കുന്നത് അധികാരത്തെ കാണിക്കുന്നത്. കൊമ്പ് എന്നും അധികാരത്തെ, തൻ്റെ മറ്റു മൃഗങ്ങളെ ആക്രമിക്കുന്ന, ആരെ ആക്രമിക്കുന്ന തൻ്റെ കൊമ്പ് കൊണ്ടാണ്. അപ്പോൾ കൊമ്പ് അധികാരത്തെയാണ് കാണിക്കുന്നത്. ഈ കുഞ്ഞാടിന് 7 കൊമ്പുകളുണ്ട്. ആ കുഞ്ഞാടിന് 7 കൊമ്പുകൾ ഏതൊക്കെയാണ്? ഈ പുസ്തകത്തിൽ തന്നെ പറയുന്നുണ്ട്. കുഞ്ഞാടിന്റെ 7 കൊമ്പുകൾ 13-ാമത്തെ വാക്യത്തിൽ പറയുന്നു. കുഞ്ഞാടിന് സ്തോത്രം, 1 കൊമ്പ് ബഹുമാനം, 2-ാമത്തെ കൊമ്പ് മഹത്വം, 3-ാമത്തെ കൊമ്പ് ബലം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. 12-ാമത്തെ വാക്യം, അർക്കപ്പെട്ട കുഞ്ഞ ശക്തി, ധനം, ജ്ഞാനം, ബലം, ബഹുമാനം, മഹത്വം, സ്തോത്രം. 7 കൊമ്പുകൾ ഈ കുഞ്ഞാടിനുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇന്ന് രാവിലെ സ്തോത്രം 12-ാമത്തെ വാക്യത്തിൽ പറയുന്നു, ഈ കുഞ്ഞാടിന് 7 കൊമ്പുകളുണ്ട്. എന്തൊക്കെയുണ്ട്? ശക്തിയുണ്ട്, ധനമുണ്ട്, ജ്ഞാനമുണ്ട്, ബലമുണ്ട്, ബഹുമാനമുണ്ട്, മഹത്വമുണ്ട്, സ്തോത്രവും ലഭിപ്പാൻ യോഗ്യനായ ഒരു കുഞ്ഞാടിനെ ഇന്ന് രാവിലെ നാം സേവിക്കുന്നതും ആരാധിക്കുന്നതും. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ആരാധന ഇന്ന് രാവിലെ സകല ശക്തിയും, ധനവും, ജ്ഞാനവും, ബലവും, മഹത്വവും, സ്തോത്രവും ഇന്ന് പ്രഭാതത്തിൽ നൽകണം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. സർവശക്തി ഒറ്റ പദം. ഉൽപ്പത്തി പുസ്തകം 18-ാമത്തെ അധ്യായത്തിലാണ് ദൈവത്തിൻ്റെ സർവശക്തിയെക്കുറിച്ച് പറയുന്നത്. എൽ ഷദായ്, ഞാനാകുന്നവൻ ഞാനാകുന്നു. ആരോടാ പറഞ്ഞത്? സ്തോത്രം. അടുത്ത ദൂതന്മാര് സ്തോത്രം, മമ്രയുടെ തൊപ്പിൽ അബ്രഹാം ഇരിക്കുമ്പോൾ ദൂതന്മാര് അബ്രഹാമിനോട് സാറയോടും പറഞ്ഞു, അടുത്ത വർഷം ഈ സമയത്ത് നിനക്കൊരു കുഞ്ഞുണ്ടാകും. ഇത് കേട്ടപ്പോൾ സാറ ചിരിച്ചു. അപ്പൊ ദൂതൻ പറഞ്ഞൊരു പദമുണ്ട്. എന്താ പറയുന്നതെന്നറിയാമോ? ദൈവത്തിന് സകലവും സാധ്യം. അങ്ങനെയാണെങ്കിൽ ഇന്ന് രാവിലെ ശക്തിയും ബഹുമാനവും ബലവും സ്തോത്രം കൊടുക്കുന്ന ദൈവത്തിന് സകലവും സാധ്യ. ഇന്ന് പകൽ നീ ദൈവത്തിന് കൊടുക്കുന്ന ബഹുമാന ഫലവും ബഹുമാന ശക്തിയും സ്തോത്രവും അവൻ ലഭിക്കാൻ യോഗ്യനെന്ന് പറയുമ്പോൾ തന്നെ അതിൽ കൂടെ നീ പറയുന്ന ഒരു ചിന്തയുണ്ട്, അവൻ സ്തോത്ര എൻ്റെ ജീവിതത്തിൻ്റെ അധികാരി മാത്രമല്ല, എൻ്റെ അസാധ്യങ്ങളെ സാധ്യമാക്കുവാൻ കഴിയുന്ന സ്തോത്ര സർവശക്തനായ എൽ ഷദായിയായവനാണ് അവൻ. ഇന്ന് രാവിലെ എൻ്റെ മുൻപിൽ, എൻ്റെ ജീവിതത്തിൽ പല അസാധ്യങ്ങളും എൻ്റെ മുൻപിലുണ്ടെങ്കിൽ ദൈവം അവനൊന്ന് കൽപ്പിച്ചാൽ എൻ്റെ മുൻപിലെ സകല സാധ്യതകളെ അത് സാധ്യതയായി തീരും. യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകൽ ദൈവാത്മാവിൽ ഈ ദൂത ആരാധിച്ച ആത്മാവിൽ ഏറ്റെടുക്കുന്ന ദൈവ പൈതലേ, നിന്റെ ജീവിതത്തിലെ പ്രതികൂലങ്ങള്, നിന്റെ ജീവിതത്തിലെ അസാധ്യങ്ങൾ നോക്കി ഇന്ന് രാവിലെ നീ വിലപിച്ചു കൊണ്ടിരിക്കുവാനല്ല ദൈവം നിന്നെ വിളിച്ചത്. ഇന്ന് രാവിലെ സകലവും സാധ്യമാക്കുന്ന ഒരു ദൈവത്തെയാണ് നീ ഇന്ന് രാവിലെ നീ സേവിക്കുന്നത്. Praise the Lord, praise the Lord, praise the Lord, praise the Lord. കരഞ്ഞുകൊണ്ടിരുന്ന ഹാഗാറിനും തൻ്റെ കുഞ്ഞിനും വേണ്ടി, കുഞ്ഞിൻ്റെ മരണം കാണണ്ടെന്ന് കരുതി ഒരൻപിൻപാട് ദൂരത്ത് മാറിയിരുന്ന് കരഞ്ഞ അമ്മയ്ക്ക് വേണ്ടി
ഇതാ മരുഭൂമിയിൽ നീരുറവ തുറന്നെങ്കിൽ, ഇന്ന് രാവിലെ എന്നെ ദൈവത്തെ സേവിക്കുന്ന ദൈവ പൈതലേ, എന്നെ കേൾക്കുന്ന ദൈവമക്കളോട് ആത്മാവിൽ ഇന്ന് രാവിലെ പറയാ, നിന്റെ ജീവിതത്തിൽ എല്ലാം വരണ്ട അനുഭവമാണ്. എൻ്റെ ആത്മീയ ജീവിതം ശോഷിച്ചിരിക്കുന്നു, എൻ്റെ ഭൗതിക ജീവിതം ശോഷിച്ചിരിക്കുന്നു, എൻ്റെ കുടുംബ ജീവിതം ശിഥിലമായിരിക്കുന്നു, എൻ്റെ തലമുറകൾ ശോഷിച്ചിരിക്കുന്നു. എന്നാൽ ഇന്ന് പകൽ ആത്മാവിൽ ദൈവാത്മാവ് ഒരു പ്രവചനാത്മാവിൽ ഒരു ദൂത് കൈമാറുന്നു. നിന്റെ മരുഭൂമിയിൽ നീർപ്പൊയ്ക തുറക്കുവാൻ, നിന്റെ വരണ്ട നിലത്ത് നീരുറവ തുറക്കുവാൻ കഴിവുള്ള ഒരു ദൈവത്തെയാ ഇന്ന് രാവിലെ നീ സേവിക്കുന്നത്. അവൻ ശക്തനാണ്. നിനക്ക് വേണ്ടി മരുഭൂമിയിൽ പുതിയ ഉറവ തുറക്കുവാൻ, പുതിയ ഉറവ തുറക്കുവാൻ, പുതിയ ഉറവകൾ തുറക്കുവാൻ ശക്തിയുള്ള ഒരു ദൈവത്തെയാ ഇന്ന് പകൽ നീ സേവിക്കുന്നത്. ഓ രാബാശ്യാംതരാ ബാബാ ഗബത്തരാജരബൗശ്യാംതരാജര വൈഡരാജര. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. അധികാരമുള്ള കൊമ്പ്. പ്രൈസ് ദി ലോർഡ്. അധികാരമുള്ള കൊമ്പുള്ളവനാ. സ്തോത്രം. തീർന്നില്ല, അടുത്ത പദം പറയുകയാണ്. അവിടെ തന്നെ പറയുന്നു, അവന് 7 കണ്ണ്. 7 കാണിക്കുന്നത് എന്തിനാ? പെർഫെക്ഷനെ കാണിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. 7 കൊമ്പ് തൻ്റെ അധികാരത്തെ കാണിക്കുന്നെങ്കിൽ 7 കണ്ണ് തൻ്റെ സർവജ്ഞാനത്തെ കാണിക്കുകയാണ്. അവൻ്റെ സർവജ്ഞാനം. പ്രൈസ് ദി ലോർഡ്. സർവജ്ഞാനം. ഇന്ന് രാവിലെ ആരാധിക്കുന്ന ഒരു ദൈവ പൈതലിനുള്ള ദൂത് ഞാൻ പറയാം. നമ്മുടെ ദൈവത്തിൻ്റെ പ്രത്യേകത എന്ന് ചോദിച്ചാൽ അവൻ സർവജ്ഞാനിയാ. തിയോളജിക്കൽ നമ്മൾ ഒംനീഷ്യൻ്റ് എന്നും ഒംനിപൊട്ടൻ്റ് എന്നൊക്കെ പറയും. സർവശക്തിയുള്ളവൻ, സർവജ്ഞാനി. പക്ഷേ നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ അവൻ്റെ സർവജ്ഞാനിത്വം? അവൻ്റെ സർവജ്ഞാനിത്വം ചിന്തിച്ചിട്ടുണ്ടോ? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഡോക്ടർമാർ എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഈ നമ്മുടെ ഈ കൊച്ചു 2 കണ്ണ്, ഈ 2 കണ്ണ് രൂപപ്പെടുന്ന 28ാമത്തെ ദിവസമാണ് അമ്മയുടെ ഗർഭത്തിലെ. 28 ദിവസം കഴിയുമ്പോൾ രൂപപ്പെട്ട ഈ കൊച്ചു കണ്ണിനകത്ത് മില്യൺസ് ഓഫ് ടിഷ്യൂസ് ഉണ്ട്. Am I right? മില്യൺസ് ഓഫ് ടിഷ്യൂസ്. ഈ ടിഷ്യൂസൊക്കെ ഇവിടെ ക്രിയേറ്റഡ് ആകുമ്പോൾ അത് കൃത്യമായിട്ട് അലൈൻഡ് ആയില്ലെങ്കിൽ ഒരു കണ്ണ് ഇങ്ങോട്ടും വരും, മറ്റൊരു കണ്ണ് വേറെ എടുത്തോട്ടും പോകും. അപ്പോൾ ഇത് കൃത്യമായിട്ട് അലൈൻഡ് ആകണം. പ്രൈസ് ദി ലോർഡ്. ചിന്തിച്ചിട്ടുണ്ടോ ഈ സർവജ്ഞാനിത്വത്തെക്കുറിച്ച്? ഒരു കൊച്ചു കണ്ണിൻ്റെ കാര്യത്തിൽ ദൈവത്തിൻ്റെ സർവജ്ഞാനിത്വം. അങ്ങനെയാണെങ്കിൽ ഇന്ന് രാവിലെ ഇത് പറയുമ്പോൾ ദൈവാത്മാവ് എന്നോടും നിങ്ങളോടും ഇത്ര ശാന്തമായി പറയുക, നാളെക്കുറിച്ച് എന്തിനാ വിചാരപ്പെടുന്നേ? അവൻ സർവജ്ഞാനിയാ. അവൻ സർവജ്ഞാനിയാ. ഇന്നത്തെ നിന്റെ പരാജയം അത് ദൈവം അറിയാതെയല്ല, അതിനകത്ത് ദൈവത്തിൻ്റെ സർവജ്ഞാനിത്വമുണ്ട്. ആ ദൈവ സർവജ്ഞാനിത്വത്തിൻ്റെ ഭാഗമായി ഇന്ന് പകൽ നിന്റെ ജീവിതത്തിൽ ഉണ്ടായ പരാജയം അത് ഭാരപ്പെടേണ്ട. അവൻ്റെ സർവജ്ഞാനിത്വത്തിൻ്റെ ഭാഗമായി അത് നാളെ നിന്റെ വിജയത്തിൻ്റെ കൽപ്പടവാക്കി മാറ്റുവാൻ ദൈവത്തിന് കഴിയും. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഈ ഭൂമിയിലെ സകല മനുഷ്യനും സ്വന്തം കഴിവ് കൊണ്ടും അവൻ്റെ ത്രാണി കൊണ്ട് ജീവിക്കുമ്പോൾ ഇന്ന് രാവിലെ ഒരു ദൈവ പൈതലിൻ്റെ ഉറപ്പെന്താന്ന് ചോദിച്ചാൽ, എൻ്റെ ദൈവം അവൻ സർവജ്ഞാനി. എൻ്റെ ദൈവം സർവജ്ഞാനി. എൻ്റെ ഭാര്യ മാറിപ്പോകും, എൻ്റെ ഭർത്താവ് മാറിപ്പോകും, എൻ്റെ കുഞ്ഞുങ്ങൾ മാറിപ്പോകും, എൻ്റെ ഉപദേശി മാറിപ്പോകും, എൻ്റെ വിശ്വാസികൾ മാറിപ്പോകും, എൻ്റെ സഹോദരങ്ങൾ മാറിപ്പോകും. ലോകത്തിലെല്ലാവരും മാറിപ്പോകുന്നവരാണ്. എന്നാൽ മാറാത്ത ഒരുവനുണ്ട്, മറക്കാത്ത ഒരുവനുണ്ട്. അവൻ്റെ പേരാണ് സർവജ്ഞാനിയായ ദൈവം. സർവജ്ഞാനിയായ ദൈവം. സർവജ്ഞാനിയായ ദൈവം. ഇല്ലായ്മ സകലത്തെ ഉള്ളതുപോലെ വിളിച്ചു വേർതിരിച്ച സർവജ്ഞാനിയായ ദൈവം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവന്റെ സർവജ്ഞാനിത്വത്തെ കുറിച്ച് യെശയ്യാ പ്രവാചകൻ 11:2-3 വാക്യങ്ങളിൽ പറയുന്നുണ്ട്. 7 സർവജ്ഞാനിത്വം. യഹോവയുടെ ആത്മാവ്. അവിടെ ആ പദം തന്നെയാണ് അവിടെ പറയുന്നത്. 7 ദൈവാത്മാക്കളായ 7 കണ്ണ്. യഹോവയുടെ ആത്മാവ് ജ്ഞാനത്തിൻ്റെയും വിവേകത്തിൻ്റെയും ആലോചനയുടെയും ബലത്തിൻ്റെയും പരിജ്ഞാനത്തിൻ്റെയും യഹോവ ഭക്തിയുടെയും ആത്മാവ്.
ഇന്ന് രാവിലെ ഇതിലേതെങ്കിലും കുറവുണ്ടെങ്കിൽ ആ സർവജ്ഞാനിയോട് ചോദിച്ചാൽ മതി കേട്ടോ. അവൻ പരിഹരിക്കുവാൻ ശക്തനായ ദൈവമാ. കുഞ്ഞുങ്ങളോട് പറയട്ടെ, ഇന്ന് രാവിലെ നിങ്ങളുടെ ജീവിതത്തിൽ സ്തോത്ര ബുദ്ധി കുറവുണ്ടെങ്കിൽ, ജ്ഞാനം കുറവുണ്ടെങ്കിൽ, വിവേകം കുറവുണ്ടെങ്കിൽ, ഇന്ന് രാവിലെ സർവജ്ഞാനി അത് പരിഹരിക്കുവാൻ ശക്തനായ ഒരു സർവജ്ഞാനിയ ഇന്ന് പകൽ നാം സേവിക്കുന്നത്. അവൻ്റെ മുൻപിൽ ഒന്നും മറിഞ്ഞിരിപ്പില്ല. അവൻ്റെ മുൻപിൽ സകലവും നഗ്നവും മലർന്നുമായിട്ടിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഇന്ന് രാവിലെ അവൻ്റെ സന്നിധി നമുക്ക് സമർപ്പിക്കാം. മുന്നോട്ട് പോകട്ടെ. 6ാമത്തെ ചിന്ത, 9ാമത്തെ വാക്യം പറയുന്നു, പുസ്തകം വാങ്ങുവാനും അതിന് മുദ്ര പൊട്ടിപ്പാനും നീ യോഗ്യൻ. 6ാമത്തെ പ്രത്യേകത, എൻ്റെ കർത്താവിൻ്റെ 6ാമത്തെ പ്രത്യേകത, മുദ്ര പൊട്ടിപ്പാൻ യോഗ്യൻ. പ്രൈസ് ദി ലോർഡ്. യോഗ്യൻ. പ്രൈസ് ദി ലോർഡ്. ഒരു സ്തോത്രം പറഞ്ഞാട്ടെ. യോഗ്യൻ, യോഗ്യൻ, മുദ്ര പൊട്ടിപ്പാൻ യോഗ്യൻ. പ്രൈസ് ദി ലോർഡ്. അവിടെ നിന്ന് കുറച്ച് നേരം പറയണമെന്നുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ന്യായവിധിയുടെ മുദ്ര അങ്ങോട്ട് മാറിയിരിക്കട്ടെ. വീണ്ടെടുപ്പിൻ്റെ മുദ്ര ഒന്ന് തൊടാം. ഈ വീണ്ടെടുപ്പിൻ്റെ മുദ്രയുടെ പ്രത്യേകത ഞാൻ പറയാം. പഴയ നിയമത്തിൽ വീണ്ടെടുപ്പിനെ കുറിച്ച് നമുക്ക് ചിന്തകൾ കാണുവാൻ കഴിയുന്നു. വീണ്ടെടുപ്പ്, ഒരാൾക്ക് വീണ്ടെടുക്കണമെങ്കിൽ സാധാരണ വീണ്ടെടുക്കാൻ കഴിയുന്നത് അവൻ്റെ കുടുംബക്കാരെ വീണ്ടെടുക്കാൻ കഴിയുന്നത്. വീണ്ടെടുക്കണമെങ്കിൽ അറ്റ്ലീസ്റ്റ് 3 റിക്വയർമെന്റ്സ് ഉണ്ട്. ഒന്ന്, ഈ വീണ്ടെടുപ്പുകാരൻ ചർച്ചയിൽപ്പെട്ട ആളായിരിക്കണം. 2, വീണ്ടെടുക്കാൻ മനസ്സുണ്ടായിരിക്കണം. 3, വീണ്ടെടുക്കാനുള്ള പണം ഉണ്ടായിരിക്കണം. രൂത്തിന്റെ കാര്യത്തിൽ നമുക്കറിയാവുന്ന ചിന്തയാണിത്. ഇപ്പോൾ രൂത്തിനെ വീണ്ടെടുക്കാൻ ബോവസിനേക്കാൾ ചർച്ചയിൽ ഏറ്റവും അടുത്ത ഒരു വ്യക്തി ഉണ്ടായിരുന്നു. ഇപ്പോൾ ബോസ് ചോദിക്കുന്നൊക്കെ നമുക്ക് ചിന്തകൾ കാണാൻ കഴിയുന്നുണ്ട്. എന്നാൽ സ്തോത്രം, അവന് ഇതൊക്കെ ആഗ്രഹം ഉണ്ടെങ്കിലും അവന് വീണ്ടെടുക്കാനുള്ള പണമില്ല. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ബോവസ് ഇവിടെ കടന്നു വന്നു. പ്രൈസ് ദി ലോർഡ്. അവൻ ചർച്ചക്കാരൻ മാത്രമല്ല, അവന് മനസ്സുണ്ട്, അവൻ്റെ കൈ പണമുണ്ട്. ഇന്ന് രാവിലെ ഒരു നല്ല ബോവസ ഈ രാവിലെ നമ്മെ വീണ്ടെടുത്തിരിക്കുന്നത്. ഒരു സ്തോത്രം പറയാമോ? നല്ലൊരു ബോവസ ഇന്ന് രാവിലെ നമ്മെ വീണ്ടെടുത്തിരിക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പലപ്പോഴും അനാഥരായി, അശരണരായി, സ്തോത്ര രൂത്തിനെ പോലെ, മോവാബ്യ സ്ത്രീയെ പോലെ ഈ വയലിൽ വന്നതാണ്. പലപ്പോഴും നെഗ്ലക്റ്റഡ് ആയിട്ടുണ്ട്, അവഗണിക്കപ്പെട്ടിട്ടുണ്ട്. സ്തോത്ര. എന്നാൽ നമ്മെ വീണ്ടെടുക്കുവാൻ ഒരു ബോവസ് ഇപ്പം സ്തോത്ര അല്ല വയലിൻ്റെ ഉടമയുണ്ടായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഈ സ്തോത്ര, ഈ യോഗ്യന്റെ പ്രത്യേകത, അവൻ മുദ്ര പൊട്ടിപ്പോൻ യോഗ്യനായ ദൈവമാണ്. അവൻ വീണ്ടെടുക്കുവാൻ യോഗ്യനായ ദൈവമാണ്. അവസാനിപ്പിക്കുന്നു. 7ാമത്തെ ചിന്ത, സ്തോത്രം. തീർന്നില്ല. 9ാമത്തെ വാക്യം, 10ാമത്തെ വാക്യം പറയുന്നു, ഞങ്ങളുടെ ദൈവത്തിന് അവർ രാജ്യം പുരോഹിതന്മാരുമാക്കി അവർ ഭൂമിയിൽ വാഴുന്നു എന്നൊരു പുതിയ പാട്ട്. അങ്ങനെയാണെങ്കിൽ അവൻ്റെ 7ാമത്തെ പ്രത്യേകത, അവൻ ആരാധനയ്ക്ക് യോഗ്യൻ. ഹെവൻലി ബീയിങ്സ് മുഴുവൻ പാട്ടുപാടുന്ന ഇവനെ കുറിച്ചാണ് പാടുന്നത്. ഇവനാണ് അവിടുത്തെ പാട്ടിൻ്റെ തീം തന്നെ. പ്രൈസ് ദി ലോർഡ്. D.L. മൂഡി അതിനെക്കുറിച്ച് വളരെ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇന്ന് രാവിലെ ഞാൻ അങ്ങോട്ടൊന്ന് കിടക്കാൻ ആഗ്രഹിക്കുന്നത്. സ്വർഗത്തിൻ്റെ മഹിമ, സ്വർഗത്തിൻ്റെ സൗന്ദര്യം, സ്വർഗത്തിൻ്റെ ശക്തി, സ്വർഗമായത് കുഞ്ഞാടിനാലാണ്. ഈ കുഞ്ഞാട് സ്വർഗം സ്വർഗമാകില്ലായിരുന്നു. പ്രൈസ് ദി ലോർഡ്. അങ്ങനെയാണെങ്കിൽ ഈ സ്തോത്രം, ഈ യോഗ്യന്റെ പ്രത്യേകത, ആരാധനയ്ക്ക് യോഗ്യനാ. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ഈ കാലഘട്ടത്തിൽ ഈ ആരാധനയെക്കുറിച്ച് ഒത്തിരി ചിന്തകളും ഒക്കെ നമ്മുടെ മുൻപിലുണ്ടല്ലോ. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ഇവിടെ നമ്മൾ കാണുന്ന ഈ പാട്ടിൽ ആരാധനയെക്കുറിച്ച് വളരെ വിശദമായിട്ട്, ആരാധന എങ്ങനെയായിരിക്കണമെന്ന് വളരെ വിശദമായിട്ട് എഴുതിയിട്ടുണ്ട്. സ്തോത്രം. ആരാധന അല്ലെങ്കിൽ അവിടെ പാടുന്ന പാട്ടിൻ്റെ പ്രത്യേകത, ഒരു 3-4 പ്രത്യേകത ഞാൻ വേഗത്തിൽ ഒന്ന് പറയാം. പ്രൈസ് ദി ലോർഡ്. 1ാമത്തെ പ്രത്യേകത, യോഗ്യനെ ആ പാട്ടിൽ ഉയർത്തുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഈ ദിവസങ്ങൾ വലിയ ഡിബേറ്റ് നടന്നുകൊണ്ടിരിക്കുക പാട്ടിനെ കുറിച്ച്. പഴയ പാട്ട് വേണോ, പുതിയ പാട്ട് വേണോ, ഇങ്ങനെയുള്ള ഡിബേറ്റ് നടന്നുകൊണ്ടിരിക്കുക. പക്ഷേ ഈ എല്ലാ പാട്ടിൻ്റെ ഒരു പ്രത്യേകത, സ്തോത്രം, ഈ പുസ്തകപ്രകാരം പാട്ടുകൾക്ക് പ്രത്യേകതയുണ്ട്. ആ പാട്ടിൻ്റെ പ്രത്യേകതയുടെ 1ാമത്തെ പ്രത്യേകത എന്ന് ചോദിച്ചാൽ, യോഗ്യനെ ആയിരിക്കണം പാട്ടിനകത്ത് ഉയർത്തേണ്ടിയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഈ ഭൂമിയിൽ പലതും ഉയർത്താനൊക്കെ ഉണ്ട്. നമ്മെ തന്നെ, നമ്മുടെ വിഷമങ്ങളും ദുഃഖങ്ങളും, ഇതും പറയുന്നതും തെറ്റൊന്നുമല്ല. പക്ഷേ എന്നാൽ യഥാർത്ഥമായ പാട്ട് എപ്പോഴും ഗോഡ് സെൻറ്റേർഡ്, നോട്ട് വി സെൻറ്റേർഡ്, റാദർ ഗോഡ് സെൻറ്റേർഡ്.
ദൈവത്തെ ഉയർത്തുന്ന പാട്ടാണ് യഥാർത്ഥ പാട്ട്. അത് പഴയതായാലും പുതിയതായാലും. സ്തോത്രം. ഇംഗ്ലീഷ് പാട്ടുകളുടെ എനിക്ക് തോന്നുന്നു മലയാളം പാട്ടുകളേക്കാൾ പ്രത്യേകത ഇംഗ്ലീഷ് പാട്ടുകൾക്കുണ്ട്. കാര്യം ഓരോ ഇംഗ്ലീഷ് പാട്ട് ദൈവത്തെ ഉയർത്തുന്ന പാട്ടുകളാണ്. സ്തോത്രം. അതിന് ഒരു 95% പ്രൈസലോ. അപ്പോൾ യോഗ്യനെ ഉയർത്തുന്ന പാട്ടുകൾ. സ്തോത്രം. രണ്ട്, ഈ പാട്ടിന് മറ്റൊരു പ്രത്യേകത ഉണ്ട്. ഈ പാട്ട് ക്രൂശിനെ ഉയർത്തിയിട്ടുണ്ട്. എന്താണ്? നീ അറുക്കപ്പെട്ടു, നിന്റെ രക്തം. അങ്ങനെയാണെങ്കിൽ രണ്ടാമത്തെ പാട്ട് എഴുതുന്നവരോടൊക്കെ പറയാം, ഒന്ന് സ്തോത്രം യോഗ്യനെ ഉയർത്തണം, രണ്ട് ക്രൂശിനെ ഉയർത്തണം. ഈ ഭൂമിയിൽ ഉയർത്താൻ മറ്റൊന്നുമില്ല. ഇന്ന് രാവിലെ ഉയർത്താനുള്ളത് ക്രൂശിനെയാണ്. തീർന്നില്ല. മൂന്നാമത്തെ പ്രത്യേകത പറയുന്നു. ഈ പാട്ടിൻ്റെ അടുത്ത പ്രത്യേകത എന്ന് ചോദിച്ചാൽ ഈ പാട്ട് ഒരു മിഷണറി ഗീതം കൂടിയാണ്. എന്താ മിഷണറി ഗീതം? സർവഗോത്രങ്ങളിലും ഭാഷകളിലും വംശങ്ങളും ജാതികളും ഉള്ളവരെ നീ വിലയ്ക്ക് വാങ്ങി. അങ്ങനെയാണെങ്കിൽ ഇന്ന് രാവിലെ ഒരു പാട്ട് പാടുമ്പോൾ അതിനകത്ത് ഗ്ലോബൽ ചർച്ച് വരുന്നുണ്ട്. അതൊരു മിഷണറി ഗീതമാണ്. സർവഗോത്രങ്ങളിലും ഭാഷകളിലും വംശങ്ങളിലും ഉള്ളവരെ സ്തോത്ര ആ പാട്ടിനകത്ത് ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. തീർന്നില്ല. വലിയൊരു പ്രത്യേകത ആ പാട്ടിനുണ്ട്. അതാണ് ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കുന്നത്. ഞങ്ങളുടെ ദൈവത്തിന് അവരെ രാജ്യവും പുരോഹിതന്മാരും ആക്കി വെച്ചിരിക്കുന്നവർ ഭൂമിയിൽ വാഴുന്നു എന്നൊരു പുതിയ പാട്ട് പാടുന്നു. അങ്ങനെയാണെങ്കിൽ ഈ പാട്ടിൻ്റെ നാലാമത്തെ പ്രത്യേകത അതൊരു പ്രവചന ഗീതമാണ്. എന്താണ് പ്രവചന ഗീതം എന്ന് പറയാൻ കാര്യം? പുതിയ നിയമസഭ ഈ പാട്ട് പാടാൻ പോകുന്നത് എന്നാന്ന് ചോദിച്ചാൽ കർത്താവിന്റെ വരവെങ്കിലെ ഈ പാട്ട് പാടാൻ പോകുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ ദൈവസഭ പാടാൻ പോകുന്ന പാട്ട് ഇതൊരു ഫ്യൂച്ചറിസ്റ്റിക് ആസ്പെക്റ്റിൽ ഇവിടെ യോഹന്നാൻ എഴുതി വെച്ചിരിക്കുകയാണ്. അവർ ഒരു പുതിയൊരു പാട്ട് പാടും, പ്രത്യാശയുടെ ഗാനം പാടും. അങ്ങനെയാണെങ്കിൽ ഓരോ പാട്ടിനകത്ത് വേണ്ട മറ്റൊരു പ്രത്യേകത അതിനകത്ത് പ്രത്യാശയുടെ ഗാനമായിരിക്കണം. സഹോദര, ഈ ഭൂമിയിലെ കഷ്ടം മാറിയതു, ഈ ഭൂമിയിൽ നെടുവീർപ്പും മാറിയതു, ഈ ഭൂമിയിൽ 2 നില വീട് കിട്ടിയതുമല്ല നമ്മുടെ പാട്ടിന്റെ പ്രത്യേകത. മറിച്ച് നമ്മുടെ പാട്ടിന്റെ പ്രത്യേകത വേഗം വരുന്നവരെ ഉയർത്തുന്ന ഗാനമാണ്. ആ പ്രത്യാശ കൊണ്ട് നമ്മുടെ ഹൃദയങ്ങൾ നിറയപ്പെടുന്ന ഗാനമായി തീരണം. അതുകൊണ്ട് ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. പാട്ടുകാരൻ വർഷിപ്പ് ടീം മുന്നോട്ട് വരും. പാട്ടുകാരല്ല, അവർ ആരാധനക്കാരാണ്. ഇന്ന് രാവിലെ നമ്മൾ ആരാധിച്ച ആ പ്രത്യാശയുടെ ആരാധന ഗീതം ഇന്ന് രാവിലെ കർത്താവ് താൻ ഗംഭീര നാദം എന്ന ഗാനം നമ്മൾ ഇപ്പോൾ പാടാൻ പോകുകയാണ്. യെസ്, ഹല്ലേലൂയ. അതാണ് ഓരോ ദൈവ പൈതലിലെ പ്രത്യാശയുടെ ഏറ്റവും വലിയ അർത്ഥം. ഇന്ന് രാവിലെ ഞാൻ ഈ ചിന്തകൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഞാൻ പറഞ്ഞു വന്നത് ഹല്ലേലൂയ, നമ്മൾ ആരാധിക്കുന്ന ദൈവത്തിൻ്റെ 7 പ്രത്യേകതകൾ. അവൻ അറുക്കപ്പെട്ടവനാണ്, 2 നിൽക്കുന്നവൻ ഉയർത്തവനാണ്, 3 പ്രൈസ് ദി ലോർഡ് അവൻ നടുവിൽ നിൽക്കുന്നവനാണ്, അധികാരമുള്ള കൊമ്പുള്ളവനാണ്, കണ്ണുള്ള ദൈവാത്മാ ദൈവിക ജ്ഞാനത്തോടു കൂടിയവനാണ്, മുദ്ര പൊട്ടിക്കുവാൻ യോഗ്യനാണ്. 7ാമത്തെ പ്രത്യേകത പറഞ്ഞു, ആരാധനയ്ക്ക് യോഗ്യനാണ്. അങ്ങനെയാണെങ്കിൽ പ്രസംഗം കേട്ടാരും പിരിയരുത്. ഇന്ന് രാവിലെ ഇംപ്ലിമെന്റ് ചെയ്തിട്ട് പിരിയണം. Shall we all stand up in the presence of God? ഇന്ന് രാവിലെ ചില നിമിഷങ്ങൾ ആ ആരാധകനെ ഇന്ന് രാവിലെ നാം ഉയർത്തുവാൻ പോകുകയാണ്. ആരാധനെ ഇന്ന് രാവിലെ ഉയർത്തുവാൻ പോകുകയാണ്.